നമ്മളിത് കഴിഞ്ഞ ദിവസം വന്ന ചൂണ്ടയിട്ട് വരാൽ പിടിച്ച് നടത്തുന്നു. അന്നേരം നമുക്കന്ന് 4 വരാല കിട്ടി. ചെറിയ വരാലായിരുന്നു കിട്ടിയത്. അന്നേരം എന്താ ഇന്ന് അതേ സ്പോട്ടിൽ അന്നേരം നമ്മൾ വരാൽ പിടിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ സുഹൃത്ത് വരാൽ ചോദിച്ചു ഓപ്പറേഷൻകാർക്ക് വേണ്ടി. അന്നേരം ഓപ്പറേഷൻ ആയതുകൊണ്ട് ചെറിയ വരാൽ മതി. അതുകൊണ്ടാണ് ഈ സ്പോട്ടിൽ നമ്മൾ വന്നത് വീണ്ടും. അന്നേരം എന്താ ഒരു ഫ്രോഗ് മേടിച്ച് ഇന്നലെ പോയി. ഇന്നലെ തന്നെ ഇന്ന് ഫ്രോഗും ഒക്കെ മേടിച്ച് നമ്മുടെ പഴയ മോഡൽ സ്റ്റിക്കാണ്. ഏതാണ്ട് 10, 12, 13 വർഷത്തോളം പഴക്കമുള്ള സ്റ്റിക്കാണ്. അത് ഇതിനാണ് നമ്മൾ വരാൽ പിടിക്കുന്നത്. അന്നേരം ഈ സ്പോട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. അന്നേരം രാവിലെ പണി തുടങ്ങട്ടെ. അന്നേരം വരാൽ കിട്ടുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ചെറിയ വരാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻകാർക്ക് ഏറ്റവും നല്ല ചെറിയ വരാലാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. എന്തായാലും ഇവിടുന്ന് ചെറിയ വരാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചെറിയ വരാലുണ്ട്. ഇന്നേരം ഒരു വലിയ വരാലാണ് കിട്ടിയത്. അന്നേരം സ്റ്റിക്കെറിഞ്ഞ് നോക്കാം കിട്ടുമോയെന്ന്. കിട്ടേണ്ടതാണ് ഇവിടുന്ന്. കണ്ടത്തിലൊക്കെ വെള്ളം കയറിയത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ടത്തിലോട്ടൊക്കെ വരാൽ നിളച്ച് കയറിയിട്ടുണ്ടോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഫസ്റ്റിൽ ഒരു വരാൽ കിട്ടി. പക്ഷേ വരാൽ കിട്ടിയിട്ട് റെക്കോർഡല്ലാഞ്ഞുകൊണ്ട് ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്തായാലും അടുത്ത് കറക്റ്റ് ചെയ്യാം. അയ്യോ, ആ സ്പോട്ടിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നു. ഇനി അവനടിക്കുമെന്ന് തോന്നില്ല. കുഴപ്പമില്ലാത്ത വരാൽ. ഇത് കറക്റ്റ് ഓപ്പറേഷൻകാർക്ക് പറ്റിയ വരാലാട്ടോ. വരാല രണ്ടാമത്തെ വരാൽ. ഇത് നമുക്ക് 2 പ്രാവശ്യം അടിച്ച അതേ വരാൽ തന്നെ പിന്നെ അടിച്ചതെന്ന് തോന്നുന്നു. അതിന് വേറെ ഉണ്ടോ നോക്കാം. അതെ, സ്പോട്ടൊന്ന് മാറി നോക്കാം. ഇവിടെ ഇപ്പോൾ വലിയ രക്ഷയില്ല. അടുത്ത കാലത്ത് ഇത് തന്നെ, ഈ ചാല് തന്നെ, ഈ കാണുന്ന ചാല് തന്നെ ഇതിങ്ങനെ ഈ റോഡ് സൈഡിൽ കൂടി അങ്ങ് വരെ കിടപ്പുണ്ട്. നോക്കാം, ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ഇവിടെ വന്ന് ഫസ്റ്റ് തീർന്ന് തന്നെ കിട്ടി. അപ്പം നമുക്ക് 3 വരാലായി. ആദ്യം കിട്ടിയ 2 ഇപ്പോഴത്തെ 1.
മരിപ്പം ഇവിടെ കിടക്കട്ടെ, ഇനി കിട്ടുവാണെങ്കിൽ എടുത്ത് വെള്ളത്തിൽ. ചെറിയ വരാല അടിക്കുന്നതെങ്കിലും നമുക്ക് എറിയാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചുമ്മാ എറിഞ്ഞെറിഞ്ഞൊന്നും കിട്ടാതെ വരുമ്പോൾ ബോറടി. അവിടെ ഓടി വന്ന് ഇത് ഇത്ര വലുതല്ല, ചെറുതാണ് കേട്ടോ. എന്താ അങ്ങനെ ആകാശത്തോട്ട് നമ്മൾ പറപ്പിച്ച്. നമ്മളിതേ ഇവിടുന്ന് എൻ്റെ ഈ കാണുന്ന റോഡിൻ്റെ ഈ സൈഡിലുമുണ്ട് ഒരു തോട്, ഈ സൈഡിലും ഒരു തോടുണ്ട്. ഈ സൈഡിൽ തോടാണ്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് രണ്ട് സൈഡിലും തോടുമുണ്ട്, ആ സൈഡിലുണ്ട്. മൊത്തം 4 സൈഡിൽ തോടുണ്ട്. അന്നേരം ഈ സൈഡിലോട്ട് ഇപ്പം ഞാൻ എറിയാൻ പോയപ്പം 2 എണ്ണം അടിച്ചിട്ട് വിട്ടുപോയി, കിട്ടിയില്ല, വിഴുങ്ങിയില്ലായിരുന്നു തോന്നുന്നു. എന്നിട്ട് ഒരെണ്ണം ഇതിപ്പോൾ ഇച്ചിരി ചെറുതാണ്, ഇത് ഒരെണ്ണം നമുക്ക് കിട്ടിയത്. അന്നേരം ക്യാമറ എടുത്തില്ല, ഇത് 2-3 അടിക്കുമ്പോഴും ക്യാമറ എടുത്തിട്ടില്ലായിരുന്നു. അന്നേരം ഇനി പടിഞ്ഞോട്ടൊന്നും അങ്ങോട്ടൊന്നും നോക്കുക, അത് പടിഞ്ഞോട്ടുള്ള ഭാഗം. അത് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഇതൊരു 3 കൂടി ജംഗ്ഷനാണ് ഇത്. അപ്പം ഇവിടുന്ന് ഈ 4 സൈഡിലോട്ടും ഇവിടെ തോടുണ്ട്. ഈ 4 സൈഡിലെ തോട്ടിലും വരാലുണ്ട്. ഇതിൻ്റെ ഒരു സിഗ്നലാണ് ഇത് ഈ കാണുന്നത്. ഇത് കണ്ട് ഇതൊരു CC ക്യാമറ വെച്ചിരിക്കുന്നത്. അന്നേരം ഇത് 3 റോഡ് വന്ന് കൂടുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് എവിടെ വന്ന് ചൂണ്ട എറിഞ്ഞാലും വരാൽ കിട്ടും. നമ്മുടെ 4 വരാലല്ല കേട്ടോ, 5 വരാലായി. 5 വരാലെന്ന് പറഞ്ഞാൽ എല്ലാവരും മീഡിയവും ടൈപ്പ് സാധനമാണ് കിട്ടുന്നത്. ഇനിയിപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഈ സ്ഥലത്തോട്ട് ഞാൻ ചൂണ്ട എറിയാൻ പോകും. അവിടെ എറിഞ്ഞിട്ട് എന്ത് കിട്ടുന്നുണ്ടോ നോക്കാം. പോയി ഈശ്വര. ഈ കാണുന്ന മരത്തിനടിയിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ സൈഡിലാണ്ട് എറിയാൻ പറ്റും. അപ്പുറത്തെ സൈഡിലാണ് പിന്നെ എങ്ങനെയൊക്കെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എറിയായിരുന്നു. കണ്ടെത്തി പോകാതെ ഇവിടെ. ഒരെണ്ണം അടിച്ച പോകണ്ട, ജസ്റ്റ് വലിച്ചാൽ കരയ്ക്കോട്ട് വേണമ്പോൾ നമ്മൾ നൂല് ലൂസായിപ്പോയി. അതെ നമുക്കിതേ ഇപ്പോൾ ഇവിടെ വന്ന് കിട്ടിയ വരാല. അപ്പം ഞാൻ ആ ഭാഗത്തോട്ട് പോയി കിട്ടിയ ആ ഒരെണ്ണം ഇതിനകത്ത് ഇത്രയുണ്ട്. ഇത് ചെറുതാണ് കേട്ടോ.
അത്ര മുഴുത്ത വരാലൊന്നുമല്ല. 5 ചെറുത്, 5 1 6 കിട്ടിയാൽ മതി. അപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ കഞ്ഞിപ്പാടമാണ്. കഞ്ഞിപ്പാടം പാലം കയറാതെ പടിഞ്ഞാറെന്ന് വരുമ്പോൾ പാലം കയറാതെ AKG ജംഗ്ഷൻ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വരുന്ന ഇച്ചിരി ഉള്ളിലോട്ട് കയറി വരണം. പറ്റിയ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടാക്കാം. ആർക്കെങ്കിലും ചൂണ്ടയിടാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ എൻ്റെ ഈ പഴയ നമ്മുടെ റോഡും റീലുമാണ്. മറ്റേ ബൈക്കാസ്റ്റ് റോഡും റീലൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലങ്ങളായിരിക്കും ഇത്. അന്നേരം അവർക്ക് ചൂണ്ടയിട്ട് വരാൽ പിടിക്കും. ചെറിയ വരാലാണ്, അത്ര മുഴുത്ത വരാലില്ല. എന്നാൽ ചിലപ്പോൾ ഒന്നും ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വലിയ വരാൽ. ഇന്നലെ എനിക്കൊരെണ്ണം കിട്ടിയ വലിയ വരാലായിരുന്നു. ഇന്ന് ഒരെണ്ണം പറഞ്ഞു പോയത് വലിയ വരാലായിരുന്നു. പിന്നെ ഈ മീഡിയം ടൈപ്പ് നമുക്കൊരു സമയം പോക്ക്, വെറുതെ ഇരിക്കാൻ നേരത്ത് ഒരു സമയം പോക്കെന്നുള്ള രീതി ചൂണ്ടയിടാൻ വരുന്നവർക്ക് ഇവിടെ വരാവുന്നതാണ്. പറ്റിയ ഞാൻ ലൊക്കേഷൻ ഇതിനകത്ത് ഇട്ടേക്കാം. അപ്പം അടുത്തൊരു വീഡിയോ, മിക്കവാറും ചൂണ്ടയിടുന്നുണ്ട്, മിക്കവാറും വല വെക്കാനൊക്കെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടി വരാൻ നേരം നമ്മൾ വല വെക്കാൻ പോകുന്നതായിരിക്കും. നേരം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.